അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ. നോക്കൂ, ഇത് വേണം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. യൂട്യൂബിൽ പല ആളുകളും പല രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പോലെ വിവാദങ്ങളും പരാമർശങ്ങളും ഒരാളങ്ങനെ കൂട്ടുപിടിക്കുന്നത്, അങ്ങനെ തുടങ്ങി അനന്തമായിട്ട് നീളുന്ന ഇൻഫിനിറ്റി ഓഫ് ചർച്ചകൾ അല്ലേ, അനന്തമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാൻ കഴിയുന്നത്. എന്തായാലും വേണ്ടിയില്ല, നമ്മളൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിട്ട് ഉണ്ടാക്കുന്ന ഈ സമ്പാദ്യങ്ങൾക്കൊന്നും തന്നെ ആയുസ് ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് സ്വമേധയാൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് വളരെ സംഗീതാത്മകമായിട്ട് വളരെ തരളിതമായിക്കൊണ്ട് അല്ലേ, നിങ്ങൾക്ക് തന്നെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ. അതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. മനുഷ്യനൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട് അല്ലേ, ആ ഒരു ക്രിയാത്മകമായിട്ടുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഈ പൂച്ചയ്ക്കും നായ്ക്കും പട്ടി അങ്ങനത്തെയുള്ള ഈ സസ്യമൃഗാദികൾക്ക് അതിനുള്ള കഴിവില്ല. അതാണ് അവരങ്ങനെ തന്നെ ആ ഒരു സ്റ്റാറ്റസിൽ ഇപ്പോഴും നിലനിൽക്കാനുള്ള കാരണം. മനുഷ്യന് അങ്ങനത്തെ ഒരു കഴിവുണ്ട്, മനുഷ്യന് ബുദ്ധിയുണ്ട്, അറിവുണ്ടല്ലേ. അപ്പം അറിവ് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ, അറിവ് എന്ന് പറയുന്ന ദൈവികമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വളരെ വലിയ ഒരു കഴിവ് മറ്റു ചരാചരങ്ങളിൽ നിന്നുകൊണ്ടും മനുഷ്യനെ തീർത്തും വ്യതിരിക്തമാക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു മനുഷ്യനാക്കി, വ്യത്യസ്തമായ ഒരു വസ്തുവാക്കി മാറ്റുന്നത് എന്താണ്? അറിവാണ്. അപ്പം ഈ അറിവിനെ നമ്മൾ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുമെന്ന് നമുക്ക് ഒരുപാട് മാറ്റങ്ങളെന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ആരും അത് ഉപയോഗിക്കുന്നില്ല. പകരം അറിവ് ഉപയോഗിക്കാതെ ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ്ങിനെ ഫ്രീസ് ചെയ്തുകൊണ്ടില്ല, അതിനെ മരവിപ്പിച്ചുകൊണ്ടില്ല, അതിനെ മാറ്റി അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഇത്തരം നീക്കുപോക്കുകൾ പെട്ടെന്നുള്ള ലാഭത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്മ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവായ ബുദ്ധികൾക്ക് എപ്പോഴും സമയം ഉണ്ടാകും അല്ല, അതിന് സമയം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ സമയം ആർക്കും ഇന്നൊരു പെട്ടെന്ന് ലാഭം കൊയ്യുക അല്ലെ, പെട്ടെന്നുള്ള വരുമാനം, പെട്ടെന്നുള്ള ഒരു റീച്ച്, അങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. തീർത്തും ക്രമബദ്ധമായിട്ടുള്ള വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഗ്രാജുവൽ പ്രോസസ്സായിട്ടുള്ള അത്തരം കാര്യങ്ങൾക്കാണ് എന്നെന്നും മഹിമയുള്ളത്. അല്ലാത്തതെല്ലാം തന്നെ വളരെ പണപ്പെരുപ്പങ്ങൾ. നമ്മളൊരു വലിയ പൈസക്ക് ഒരു വലിയ മേശാപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂത്തിരികൾ കത്തിക്കുമ്പോൾ ആ ഒരു നിമിഷ നേരങ്ങൾ കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കും. എന്നാൽ പിന്നെ അതിനെപ്പറ്റി നമ്മളൊന്നും തന്നെ ചിന്തിക്കുന്നില്ല അല്ലേ. അത്രയും വലിയ പൈസ പൊട്ടി അങ്ങ് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കയ്യിൽ അത്തരം പണങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വളരെ പ്രാധാന്യം. ആരെയും പരസ്പരം പോരടിക്കാതെ സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുവാനായിട്ട്